ഞങ്ങളിപ്പോൾ ഈ പ്രിയപിതാവിന്റെ ഈ ബോഡി ദൈവാലയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുങ്ങുകയാണ്. ആശീർവാദം ഉണ്ടാവണം, യാത്രയിൽ കൂടെ ഇരിക്കണം, മക്കളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം, എല്ലാ ശുശ്രൂഷയും തിരുമേനി ആശീർവദിക്കണം. നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ശുശ്രൂഷരായിരിക്കുന്ന ഞങ്ങളെ അച്ഛനെ കർത്താവെ ജനത്തെ ആശീർവദിക്കണം. കൃപ കൂടെ ഇരിക്കണം പിതാവേ. പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, പ്രാർത്ഥന ദൈവമുണ്ടായി കേൾക്കണമേ. ആമേൻ. ശോഭാ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല. ആദിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും. സ്വർലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം ഈ ജീവകാരെ സമാധാന നാട്ടിൽ വാൻകാറ്റ് പാർക്കുമ്പോൾ രാജ്യത്തിൽ പ്രിയമുള്ളവരെ, ചുറ്റിപ്ലാക്കൽ KJ സാമുവേൽ എന്ന് പറയുന്ന 83 വയസ്സ് പ്രായമുള്ള ഈ പ്രിയപിതാവിന് ഈ ഭൂമിയിൽ ദൈവം നൽകിയ ലളിതമായ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപിതാവിനെ നമ്മൾ യാത്രയയക്കുവാനായിട്ട് നമ്മൾ കുടുംബമായി സഭയായിട്ട് ഒരുങ്ങിയാണല്ലോ. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും കർത്താവിനെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഭവനത്തിലും ദേവാലയത്തിലും സെമിത്തേരിയിലുമായിട്ട് 3 ശുശ്രൂഷകളാണ് നമുക്ക് അനുഷ്ഠിക്കുവാനായിട്ടുള്ളത്. ഈ ശുശ്രൂഷയുടെ എല്ലാ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുഃഖാർത്ഥരായിരിക്കുന്നവർക്ക്, അതുപോലെ തന്നെ പ്രിയപിതാവുമായി ബന്ധപ്പെട്ടവർക്ക്, സഭാംഗങ്ങൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുക എന്നുള്ള ഒരു ദൗത്യമാണ് നമുക്ക് ഈ ശുശ്രൂഷകളിലുള്ളത്. മാനുഷ്യമായ പല പരിമിതികൾ നമുക്കിവിടെ എത്രമാത്രം ആശ്വാസ വചസ്സുകൾ പറഞ്ഞാലും സമാധാനവും സൗഖ്യം പ്രാപിക്കുവാനായിട്ട് പ്രയാസമാണ്. കാരണം പ്രിയപിതാവിൻ്റെ വേർപാട് മക്കളുടെയൊക്കെ ഹൃദയങ്ങളിൽ വലിയൊരു ശൂന്യതയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾക്ക് പരിമിതമായ പ്രവർത്തനങ്ങൾ മാത്രമേ സമാധാനത്തിൻ്റെ പാതയിൽ നിറവേറ്റാനായിട്ടുള്ളൂ. എങ്കിൽ നമ്മുടെ വലിയൊരു പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? ദൈവം നൽകിയ ഒരായുസ് 81 വർഷക്കാലം വളരെ മഹത്തരമായ രീതിയിൽ പ്രിയപിതാവിന് ജീവിക്കുവാനായിട്ട് ദൈവാവസരം നൽകി. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്ന് ഓർക്കുന്നു, ശാരീരികമായി നടക്കാനായിട്ടൊക്കെ പ്രയാസമുണ്ട്, പക്ഷെ വളരെ സ്നേഹനിധിയായ ഒരു പിതാവായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും ബഹുമാനിക്കുകയും മറ്റുള്ളവർക്ക് അവരുടെ നന്മയിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്ത ഒരു വാത്സല്യ സ്നേഹനിധിയായ
പ്രിയപിതാവിനെയാണ് നമ്മൾ യാത്രയാക്കുന്നത്. അദ്ദേഹത്തിന് 83 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവം നൽകി. അത് വളരെ അനുഗ്രഹകരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു. മക്കളെയും കുടുംബത്തെയും കൊച്ചുമക്കളെയും എല്ലാം സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് നമ്മൾ ഒരു കാലഘട്ടം പൂർത്തിയാക്കി നിത്യസ്വസ്ഥതയുടെ സൗഭാഗ്യകരമായ മഹത്തരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതായ ഈ KJ സാമുവൽ എന്ന് പറയുന്ന പ്രിയപിതാവിനെ നമ്മൾ വളരെ പ്രത്യാശയോടെ യാത്രയാക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. മാനുഷികമായ പരിമിതികൾക്കപ്പുറമായി ദൈവം നമ്മളെ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ വിനയോളം പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും യാത്ര പറഞ്ഞു പോകേണ്ടവരാണ്. പ്രിയപിതാവിൻ്റെ ശവമഞ്ചം നമ്മളോട് പറയുന്നത്, ഇന്ന് ഞാൻ ആകുന്നുവെങ്കിലും നാളെ നിങ്ങളും യാത്ര പറയേണ്ടവരാണ്. നമ്മളാരും സ്ഥിരമായിട്ട് ഇവിടെ വസിക്കുന്നവരല്ല. താൽക്കാലികമായി മാത്രമാണ് നമ്മുടെ ഈ ഭൂമിയിലെ വാസമെന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ളൊരു വാസസ്ഥലം കർത്താവാണ് നമുക്കായി ഒരുക്കുന്നത്. കർത്താവ് പറഞ്ഞുവല്ലോ, ഞാൻ പോയാൽ ഞാൻ വീണ്ടും വരും, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുന്നു, ഞാൻ മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് ആ ഒരു വലിയ ദൗത്യത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടുള്ളതായ നന്ദിയെ സ്നേഹത്തെ പ്രത്യേകിച്ച് എല്ലാവരെയും ഞാൻ വിനയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും പ്രാർത്ഥനാ നിർഭരമായ സഹകരണം ഞാൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായകസംഘം ഒരു പ്രാരംഭ ഗാനം ആലപിക്കുന്നതാണ്. ആ ഗാനത്തിന് ശേഷം ശുശ്രൂഷകൾ തുടരുന്നതാണ്. കാണും എൻ പേരോ ക്രിസ്തനിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭ ധരിപ്പാനുയർത്തുതാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണും എൻ പേരോ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണും എൻ പേരോ ഭക്തൻ പേർ പുരാപകരം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിടട്ടെ സ്നേഹത്തിൽ വാർത്തകത്തിൽ എന്റെ വേല തീർത്ത് ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരോ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണൂ പേർ വിളിക്കും നേരം കാണും എൻ പേരോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിന് താഴ്വര കടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ആശീർവാദത്തെ സ്വീകരിപ്പിൻ. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനം ഐക്യവും നമുക്കും സകലദാസർക്കും നിത്യജീവനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളെ പറ്റി സമാപിക്കുകയാണ്. ഉടൻ തന്നെ പ്രിയപിതാവിന്റെ പ്രതീശരീരം വിലാപയാത്രയായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കുടുംബാംഗങ്ങൾക്ക് അന്ത്യജീവനം അർപ്പിച്ച് ഇപ്പോൾ യാത്ര പറയാവുന്നതാണ്. വിലാപയാത്രയായി പോകുന്നവർ അതിനുള്ള ക്രമീകരണം ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വാഹനങ്ങളാണ് അയാൾ ക്രമീകരണം ചെയ്യണമേ, അല്ലെങ്കിൽ മറ്റു വിധത്തിലാണെങ്കിൽ അയാൾ ക്രമീകരണം ചെയ്യണം. ഏതായാലും ലാഭയാത്രയുടെ ഒരു ഭംഗി ഓർഡർ നിലനിർത്തി പോകാനായിട്ട് വിനിയോഗം അഭ്യർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഭാഗം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ആരംഭിക്കുന്നതാണ്. എല്ലാവരെയും പ്രാർത്ഥനാ നിർഭരമായ സഹനം ഞാൻ വിനിയോഗം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഈ ശുശ്രൂഷിക്കുന്ന നാളിലായ കഥയിലുള്ള അസിസ്റ്റന്റ് വികാരിയായിരിക്കുന്ന KJ ജേക്കബ് അച്ഛനോടും കിരുത്തോട് സഭാ ശുശ്രൂഷനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് അജയ് മാനസാനോടും മറ്റ് സഭയുടെ എല്ലാ ചുമതലക്കാരോടും കൈകാര്യമായ കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, ഗായസംഘാംഗങ്ങൾ, സഭാംഗങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവര്, ബന്ധുമിത്രാദികള്, ചർച്ചക്കാര്, അയൽവക്കക്കാര്, വിവിധ നിലയിൽ കുടുംബവുമായി സഹായിക്കുന്ന എല്ലാവരോടുമായ നന്ദി സ്നേഹത്തെയും വളരെ വിനയപൂർവ്വം ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് ഗായസംഘം ഒരു ആശ്വാസഗാനം ആലപിക്കുന്നതാണ്. ഉടൻ തന്നെ പ്രിയപിതാവിന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി കിരുത്തോട് ദേവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. സ്വർഗയാത്ര ചെയ്യുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടു ഇടുന്നു എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടു ഇടുന്നു ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര ആകയാൽ നേരം മാത്രം എൻ്റെ യാത്ര യേശുവേ വേഗം നിന്നെ കാണും ഞാൻ യേശുവേ സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാവിലെ ഞാൻ ഉണരുമ്പോൾ എന്റെ യാത്രയുടെ അന്തം ഇന്നലെ അടുപ്പം എന്റെ യാത്രയുടെ അന്തം ഇന്നലെ അടുപ്പം യേശുവേ സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ യേശുവേ സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ രാത്രിയിൽ Yeah.
പള്ളിയിൽ പോയി കാണാൻ കേട്ടോ. ഞങ്ങൾ കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. എന്റെ തൊക്കിങ്ങിരുന്ന ശേഷം ഞാൻ ഗ്രഹിതനായ ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. യഹോവ യഹോവയെടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ പക്കൽ വിമോചനം ഉണ്ട്.
ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അങ്ങയുടെ പക്കൽ ധാരാളം വീണ്ടെടുപ്പും ഉണ്ട്. അങ്ങ് ഇസ്രായേലിന് അവൻ്റെ അകൃത്യങ്ങളൊക്കെയും വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തന്നെ ആമേൻ. ദയവായി എല്ലാവർക്കിരിക്കാം. ഇപ്പോൾ ലേഖന വേദഭാഗം വായിച്ചു കേൾക്കാവുന്നതാണ്. ലേഖന വേദഭാഗം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപത്തിൻ്റെ ശക്തിയോ ന്യായമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. ഇപ്പോഴും നമുക്ക് റീത്ത് അർപ്പിക്കുവാനുള്ളതായ അവസരം ഉണ്ട്. അതിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് ഈ സമയത്ത്, ഈ പാട്ടിൻ്റെ സമയത്ത് അവർക്ക് ഒന്ന് അർപ്പിച്ച് പോകാവുന്നതാണ് എന്നറിയിക്കട്ടെ. ആദ്യം കണ്ണിക്കൽ വിമൻസ് ഫെലോഷിപ്പിൻ്റേതായിരിക്കുന്ന റീത്ത് അവർ അർപ്പിക്കുന്നതാണ്. അതിനുശേഷം കണ്ണിക്കൽ അവരുടേതായിരിക്കുന്ന റീത്ത് അർപ്പിക്കുന്നതാണ്. സൺഡേ സ്കൂൾ കണ്ണിക്കൽ അവരുടെ റീത്ത് ഈ സമയത്ത് അർപ്പിക്കുന്നതാണ്. CMS സ്കൂൾ കണ്ണിക്കൽ സ്കൂളിൻ്റേതായിരിക്കുന്ന റീത്ത് ഈ സമയത്ത് അർപ്പിക്കാം. ഓരോരുത്തരായി ഈ സമയത്ത് അർപ്പിച്ചാൽ പുത്തൻകരിക്കൽ ഫാമിലി അതിനുശേഷം റീത്ത് അർപ്പിക്കാവുന്നതാണ്. ചൊവ്വര് സഭയിൽ നിന്ന് സഭയുടേതായിരിക്കുന്ന റീത്ത് ഈ സമയത്ത് അർപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് കീരിത്തോട് സഭയിൽ മുൻപ് സഭാ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുകയും ഇപ്പോൾ മഹാഡോയിൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുന്നതായ റവറൻഡ് KJ ജേക്കബ് ഈ സമയത്ത് അല്പസമയം
അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നത്. അച്ഛനെ അതിനെ ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഈ പിതാവിൻ്റെ വേർപാടിൽ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഫാമിലി ഫെലോഷിപ്പുണ്ട്. അതിൽ ആ ഫാമിലി ഫെലോഷിപ്പിനെ വർഷങ്ങളായി ഒരുമിച്ച് ഉള്ള ഒരു ഫാമിലി ഫെലോഷിപ്പാണ്. പിതാവിൻ്റെ മക്കൾ 2 പേര് ആ ഫാമിലി ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ ഫാമിലി ഫെലോഷിപ്പിൻ്റെ പേരിലും എല്ലാ കുടുംബത്തിൻ്റെ പേരിലും പ്രത്യേകിച്ച് മെരുകാവ് ക്രൈസ്തവ കത്തീഡ്രൽ അസിസ്റ്റൻ്റ് വികാരി എന്നുള്ള നിലയിലും ഞാൻ അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഏതാനും ചുരുങ്ങിയ വാക്കുകളിൽ സഭയുടേതായിരിക്കുന്ന അനുശോചനം അറിയിക്കാനായിട്ട് നമുക്കറിയാം. ഇന്നലെ ഉച്ചയോടുകൂടെ നമ്മെ വിട്ട്, ഈ ലോകത്തെ വിട്ട്, മക്കളെ വിട്ട്, ചാർച്ചക്കാരെ വിട്ട് സ്വസ്ഥതയിലേക്ക് ചേർക്കപ്പെട്ടതായ പ്രിയ പിതാവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു യാത്രയപ്പ് യോഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഞങ്ങളിവിടെ വന്ന് ചുമതല ഏറ്റെടുത്തതായ സമയശേഷം ആദ്യം തന്നെ ആ ഭവനത്തിൽ പോവുകയും കണ്ട് പഴയ കാലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അതിനുശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രിയ പിതാവ് പ്രവേശിക്കുകയായി. ഫിസിക്സിനും കെമിസ്ട്രിക്കും ലോക ചരിത്രത്തിൽ നൊബേൽ പ്രൈസ് നേടിയ ബാല്യ വ്യക്തിയാണ് മാഡം ക്യൂറി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്യൂറി. റേഡിയം എന്ന് പറയുന്ന ക്യാൻസർ ചികിത്സയിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്ന റേഡിയം കണ്ടുപിടിച്ചത് മാഡം ക്യൂറിയാണ്. തൻ്റെ പ്രിയ ഭർത്താവായ ക്യൂറിയോട് ചേർന്നാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും ലോക ചരിത്രത്തിൽ ആദ്യമായി നൊബേൽ പ്രൈസ് മാഡം ക്യൂറിക്ക് ലഭിച്ചത്. തൻ്റെ പ്രിയതമൻ്റെ നിര്യാണ സമയത്ത് മാഡം ക്യൂറി പറഞ്ഞ ഒരു പ്രസ്താവന ലോക ചരിത്രത്തിൽ, അത് പ്രത്യേകിച്ച് അവിശ്വാസികളിൽ നിരീശ്വരന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ഇടയിൽ വളരെ പ്രസക്തമായൊരു പ്രസ്താവനയാണ്. ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് എവറിത്തിങ് ആൻഡ് ഇറ്റ് ഈസ് ദി എൻഡ് ഓഫ് എവറിത്തിങ്. എല്ലാം അവസാനിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയദേവൻ യാത്ര പറഞ്ഞതോടുകൂടെ എല്ലാം അവസാനിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ഒറീസയുടെ ഒരു കുഗ്രാമത്തിൽ തൻ്റെ പ്രിയ ഭർത്താവും 2 മക്കളും കത്തി വെണ്ണീറായപ്പോൾ, ചാമ്പലായി തീർന്നപ്പോൾ, ഗ്ലാഡീസ് സ്റ്റെയിൻ എന്ന് പറയുന്ന വന്യയായ വനിത ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന്, എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ലോകത്തൊന്ന് യാത്രയാക്കിയവരോട് എനിക്ക് വിരോധമില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരും എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളും യാത്രയായ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം വളരെ വളരെ
പ്രാധാന്യമുള്ള ഒരു വേദഭാഗമാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി ഓർക്കേണ്ടതായ ഒരു വ്യക്തിത്വമാണ്. വളരെ പുരാതനമായ കാലഘട്ടം മുതൽ ഇവിടെ കുടിയേറ്റം ആരംഭിച്ച്, എനിക്ക് തോന്നുന്നത് ചേലച്ചോട് ഭാഗത്തൊക്കെ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ടുള്ള കുടിയേറ്റമാണെങ്കിൽ അതിനു മുമ്പ് തന്നെ കുടിയേറ്റം ആരംഭിച്ച ഒരു മേഖലയാണ് ഈ നമ്മുടെ കീരിത്തോടിൻ്റെ പ്രദേശം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ വരികയും ഇവിടുത്തെ കഠിനമായ കാലാവസ്ഥയോടും ഇവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളോടും പടവെട്ടി അനുഗ്രഹമായ ഒരു കുടുംബജീവിതം നയിച്ച് മക്കളെ വളർത്തി വലുതാക്കി കുടുംബസ്ഥനാക്കി അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ കണ്ട് കർത്താവിന് നന്ദി പറയുവാനായിട്ട് തൻ്റെ ജീവിതകാലം മാറ്റിവെച്ചതായ ഒരു അമൂല്യ വ്യക്തിത്വത്തിന് ഉടമയാണ് കുറ്റിപ്പിളാക്കലെ KJ സാമുവൽ എന്ന് പറയുന്ന 83 വയസ്സുള്ള പ്രിയപിതാവ്. സ്നേഹം നിത്യനും അമൃതയുള്ളവനും അദൃശ്യമായ രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിത അവസാനം വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. വളരെ ആശ്വാസഗാനം ആലപിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക്, വത്സല കുടുംബാംഗങ്ങൾക്ക് ചുമരമർപ്പിച്ച് പ്രിയപിതാവിനെ യാത്രയാക്കുന്ന ഭൗതിക ശരീരം ബിലാപയാത്രയായി സെമിത്തേരിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. ബിലാപയാത്രയിൽ പങ്കെടുക്കുന്ന ഞാൻ ഈ ഒരു പ്രിയപിതാവിൻ്റെ അവസാന യാത്രയപ്പിലേക്ക് എല്ലാവരെയും ഞാൻ വിനീവർ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പ്രത്യാശഗാനം ആലപിക്കാം. ഈ സമയത്ത് കുടുംബാംഗങ്ങളിൽ പെട്ടു വന്ന പ്രിയപിതാവിൻ്റെ യാത്രയെ ഉടൻ തന്നെ ഭൗതിക ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ ഈ ദേവാലയത്തിലെ ശുശ്രൂഷയെ സംബന്ധിച്ച ബഹുമാനായിരിക്കുന്ന KJ ജേക്കബ് അച്ഛനോടും അജമാണി സാറിനോടും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചൊവ്വൂരിലെ ലവസനച്ഛൻ്റെ കൊച്ചമർമ്മത്തിലുണ്ട് കൊച്ചമ്മയോടും ചൊവ്വൂരിൽ നിന്ന് കടന്നു വന്ന സഭാവിശ്വാസികളോടും കണ്ണിക്കൽ ഇടവയിൽ നിന്ന് വന്നായ വിശ്വാസികളോടും കുടുംബാംഗങ്ങളോടും മറ്റ് പ്രിയപ്പെട്ടവരോടും എല്ലാവരോടുള്ളതായ നന്ദി സ്നേഹത്തെ ഞാൻ ആദരപൂർവ്വം വിനയപൂർവ്വം അറിയിക്കുന്നു. നമുക്കൊരാശ്വാസഗാനം ചേർന്ന് ആലപിക്കാം. 354 കീർത്തനം. ക്രിസ്തൻ
വിശ്രമനാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമനാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതി എൻ വാസം സുസ്ഥിരമായിടും. ദ്രവത്വമായത് നീങ്ങിപ്പോകും. അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും. അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും ചേരും. മൺശരീരം മാറി ശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എന്നും നിത്യാനന്ദമേ.
അരിഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുമാകുന്നു. അവൻ പൂപോലെ ഉണ്ടായി പൊഴിഞ്ഞു പോകുന്നു. ഓരോ നിഴൽ ഓടിപ്പോകുന്നു. ഓരോ സത്യത്തിനെ നിൽക്കുന്നതുമില്ല. ഞങ്ങളോടിരിക്കുമ്പോൾ ഞങ്ങൾ മരണത്തിലിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ന്യായമായി കോപിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അല്ലാതെ പിന്നെ ആരിൽ നിന്ന് സഹായം അന്വേഷിക്കേണ്ടു? എങ്കിലും മഹാപരിശുദ്ധ ദൈവമാകുന്ന കർത്താവേ, വളരാശക്തിയുള്ള കർത്താവേ, പരിശുദ്ധതയും മഹാകരുണ്യമുള്ള രക്ഷിതാവേ, മരണത്തിന്റെ കൈപ്പായ വേദനകളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കരുതേ. കർത്താവേ, ഞങ്ങൾ ഹൃദയങ്ങളെ രഹസ്യങ്ങൾ അറിയുന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകണമേ. മഹാപരിശുദ്ധനായ കർത്താവേ, മഹാശക്തിയുള്ള ദൈവമേ, പരിശുദ്ധീകരണമുള്ള രക്ഷിതാവേ, മഹായോഗ്യത്തിനുമായ കർത്താവേ, ഞങ്ങൾ അന്യനാഴികയിൽ യാതൊരു മരണവേദന കൊണ്ടും ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സമ്മതിക്കരുതേ. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭധരിപ്പാനുയർത്തുത്ത വിളിക്കും നേരം കാണുമെൻ പേരോ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ വിളിക്കും നേരം കാണൂ പേരോ മരിച്ചുപോയ നമ്മുടെ പ്രിയ പിതാവിന്റെ ആത്മാവിനെ തന്റെ അടുക്കളയിൽ കൈക്കൊള്ളുവാൻ സദസ്സുകൾ ദൈവത്തിന് തന്റെ ഭാഗത്തോട് ഇഷ്ടം തോന്നിയിരിക്കാൻ കൊടുക്കാൻ കഴിയുന്ന ജനവ്യാപാര ശക്തിയോട് നമ്മുടെ നാട്ടികളുടെ ശരീരത്തെ ശരീരത്തോട് അധികമായി ഉപാധിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിത്യ ജീവങ്ങളെ ഉയർത്തെഴുന്നേൽക്കുമെന്ന നിത്യവും ഉറപ്പുള്ള പ്രത്യാശയോടുകൂടെ നാം ഈ ദാസന്റെ ശരീരത്തെ മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിയേക്ക് ഏൽപ്പിക്കുന്നു. ഞാൻ സ്വർഗ്ഗത്തിൽ ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ, അതെ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ നിർവഹിക്കേണ്ടതാകുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകൾ നമുക്ക് പ്രഖ്യാപിക്കാം. വിശ്വാസ പ്രമാണം ഞാൻ വിശ്വസിക്കുന്നു. ദൈവന്റെ ഏകാദായ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വമെന്നവൻ ദൈവത്തിന് ദൈവം പ്രകാശപ്രകാശം സത്യദൈവം അവനാൽ സർവ്വമായി അവൻ മനുഷ്യനായ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ പിതാവിനോട് വധിക്കപ്പെട്ട് മാറ്റപ്പെടുന്നവനും സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായുടെ ജ്ഞാന ശരീരത്തിൽ ഏകമായ സംസർഗത്തിലും കൂട്ടായ്മയിലും അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ട് കൂട്ടിച്ചേർക്കപ്പെടുന്നല്ലോ. നിന്നെ മാൻ കൂടാതെ സ്നേഹിക്കുന്നവർക്ക്
അങ്ങേ ഒരുക്കിയിട്ടുള്ളതായ പറഞ്ഞു തീരാത്ത ആനന്ദങ്ങളിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ സകല സുഹൃതവും ദൈവത്തിനുള്ളതായ നടപ്പിൽ അങ്ങടെ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധന്മാരെ അനുഗ്രഹിക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ മൂലം കൃപ നൽകണമേ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പുനരുത്ഥാനവും ജീവനുമായ യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ഒരു ദിവസം ശാന്തമായി പിതാവിൻ്റെ ജീവിതത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സേവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ മാതൃകകൾക്കായി കർത്താവിന് നമുക്ക് നന്ദി പറയാം. വിശ്വാസത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾ കർത്താവ് സ്വർഗീയമായ ആശ്വാസവും സമാധാനം നൽകുവാനായിട്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ അങ്ങ് മനുഷ്യവർഗത്തെ നമുക്ക് സമാധാനത്തോടുകൂടെ പുറപ്പെട്ടു പോകാം. അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ ആരംഭം മുതൽ അവസാനം വരെ സഹകരിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവരുള്ളതായ നന്ദി സഭയുടെ പേരിൽ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ സഭയുള്ള ആളുകൾ മാത്രമല്ല മറ്റെല്ലാ ആളുകളും ആൾക്കാരും സഹകരിച്ചു. പിതാവിനുള്ളതായ സ്നേഹം, ആ പിതാവിൻ്റെതായിരിക്കുന്ന ആലോചന, അവരോടുമായി ഒരുമിച്ച് കഴിഞ്ഞതായിരിക്കുന്ന ആ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാനും ഈ അവസാന അന്ത്യയാത്രയിൽ എല്ലാവരുമായി ഈ ദേശത്തുള്ളതായിരിക്കും ഈ പ്രദേശത്തുള്ളതായിരിക്കുന്ന ആളുകൾ നമ്മൾ സഹകരിച്ചു പങ്കെടുത്തു. ആ പ്രിയ പിതാവിന് അല്ലെങ്കിൽ പ്രിയ സഹോദരന് അല്ലെങ്കിൽ പ്രിയ ജ്യേഷ്ഠന് യാത്രയെ കൊടുക്കുവാൻ എല്ലാവരും സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരുമായ നന്ദി സ്നേഹത്തെ അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സെമിത്തേരിയിലെ കുട്ടിയിലായിരിക്കുന്ന പ്രത്യേകിച്ച് സഭാജനങ്ങളെ എല്ലാവരും ഓർത്ത് നന്ദി അറിയിക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ വെച്ച് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയമില്ല പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം മുതൽ നിങ്ങൾ സ്ഥലത്ത് ഒക്കെ ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് പ്രാർത്ഥന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്ന എല്ലാവരും അറിയിക്കുന്നതോടൊപ്പം തന്നെ മുൻ സഭാ ശുശ്രൂഷനായിരുന്ന ജേക്കബച്ചൻ സമയം തന്നെ വന്നു ചേർന്നു. അച്ഛനും കൊച്ചുനോട്ടുമായ പ്രത്യേകമായ നന്ദി അറിയിക്കപ്പെട്ടതിൽ നമ്മുടെ ഇടവാരിയും ജില്ലാ ചെയർമാനുമായിരിക്കുന്ന ജോസ്നേഷനോടായ നന്ദി സ്നേഹത്തെ സഭയിൽ അറിയിക്കുന്നു. എല്ലാവരും ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും, സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം, എത്ര സന്തോഷം, സ്വർഗീയ വാസമേ.
യെരൂശലേം വാസമതി കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമേ. ചേട്ടന് വരും. സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്, സ്വന്തമായൊരു ദേശമുണ്ട്, സ്വന്തമായൊരു ഗേഹമുണ്ട്. കൈപ്പണിയല്ലാത്ത ഭവനം, നിത്യമായൊരു വാസസ്ഥലം. കൈപ്പണി